ഹായ് ഹലോ, എന്തൊക്കെയുണ്ടല്ലോ ആ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. അപ്പോൾ സ്കൂൾക്കുള്ള മീറ്റിങ്ങിന് പോവുകയാണ്. അസക്കുട്ടിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. പിന്നെ പനിക്കുട്ടന് ഇപ്പോൾ ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് പോയിട്ട്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LSS കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2:30ക്കാണ് കേട്ടോ മീറ്റിംഗ്. അപ്പോൾ ഞാനൊരു 3 മണിക്കാണ് എത്തിയിട്ടുണ്ടായത്. മിനിക്കുട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും അവനെ കൊണ്ട് നിൽക്കാൻ കഴിയൂല. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിൽക്കാമെന്ന് കരുതിയിട്ട് തന്നെ കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഫനിക്കുട്ടൻ്റെ ട്രോഫിയൊക്കെ കൊടുക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ടു. അസക്കുട്ടിക്ക് 3:30ക്ക് വിടുവോളെ. അപ്പോൾ അവളെ കൊണ്ടുവരാനായിട്ട് അവളെ ക്ലാസ്സിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാക്കണം ഫനിക്കുട്ടൻ്റെ ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ പോരാനും പോകാനൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ. നല്ല വെയിലുള്ള നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ അസക്കുട്ടിനെയും കൂടി കൂട്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോന്നപ്പോഴാണ് ഓർത്തത്, മാഷ് പറഞ്ഞിരുന്നു ക്ലാസ് റൂമിൽ കുറച്ച് ഒരാൾ പൈസ കൊടുത്തുകൊണ്ട് ആ പൈസ കൊണ്ടുള്ള വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്ന് കണ്ട് അതൊക്കെ കണ്ടിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന സാധനങ്ങൾ, കളിപ്പാട്ടങ്ങളും LKG UKG ക്ലാസ്സിലുള്ള പഠനോപകരണങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉപകാരപ്പെടുന്ന പഠനോപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്നാണ് പോന്നിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന വഴി. ഇതൊരു കുറുക്ക് വഴിയാണ് കേട്ടോ. വേറെ വഴിയുണ്ട്, എളുപ്പത്തെ ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വഴിയിലൂടെ പോകുക കേട്ടോ. എന്താണ് കഴിഞ്ഞ റോഡാണ്. ആ റോഡ് മുറിച്ച് കടന്നാൽ പിന്നെ നമ്മുടെ വീടെത്തിട്ടോ. പിന്നെ അത് വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കാനുള്ള വെള്ളിയാഴ്ച രാത്രി കേട്ടോ. മക്കളൊക്കെ രാത്രിയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ പകൽ അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞൊരു ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്ക് തന്നെയാണ്. അപ്പോൾ മിനിക്കുട്ടന് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് തന്നെ ഞാനിതാ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പനിക്കുട്ടനാണ് നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞാക്കൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അവനൊക്കെ പിഴിഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം കൊടുക്കുന്ന ടൈമിലാട്ടോ അത് ഉണ്ടാക്കണ തിരക്ക് ഭയങ്കര തിരക്ക് തന്നെയാണ്. അതോളം ഞാൻ ഓനെയും കൊണ്ട് അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒന്നും നല്ല ക്ലിയർ ഇല്ല കേട്ടോ. ക്യാമറ ഒന്നും വല്ലാതെ ശരിയാക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് അരി തിളപ്പിച്ച് ഊറ്റിയിട്ടൊക്കെ വെക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ തിളപ്പിച്ച് ഊറ്റി വെക്കണമെന്നൊന്നും അത്ര ടേസ്റ്റ് കിട്ടാറില്ല ബിരിയാണി. പിന്നെ ഞാൻ നെയ്ച്ചോറാക്കിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. തിളപ്പിച്ച് ഊറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്തായത് തന്നെ അതിനുള്ള സമയമൊന്നും ഇല്ലെങ്കിലും മഗ്‌രിബാണ് ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ വെള്ളിയാഴ്ച. പിന്നെ അത് നെയ്ച്ചോറാക്കി വെച്ചിട്ട് തന്നെ പിന്നെ ദമ്മിട്ടിട്ടോ. അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ ദമ്മിട്ടിട്ട് നല്ല പാകത്തെ വേവായിട്ട് തന്നെ നല്ലൊരു അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ എന്താ കടിയെന്ന് ചോദിച്ചിട്ട് കുറേ നേരം അങ്ങനെ തിരക്കൂട്ടീന്. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് നിർത്തിയേക്കേന്. അപ്പോൾ ഏതായാലും ഇതാണ് വേഗം ദമ്മൊട്ടിച്ചിട്ടോ. അതിനൊന്നും സമാധാനം തരുന്നില്ല. അതിപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ദമ്മിലിട്ടിട്ട് നമ്മളത് പൊട്ടിച്ചു. കുട്ടികൾക്കൊക്കെ നല്ലോണം തന്നെ പഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം മക്കൾക്കൊക്കെ വേഗം തന്നെ പൊട്ടിച്ചേക്കുന്ന മക്കൾക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടു. അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോസാണ്. രാവിലെ ദോശയാണ് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ വീഡിയോസാണ്. ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇടി കുറച്ചൊന്ന് നിന്നപ്പോഴാണ് ഞാൻ ഈ ഫോൺ എടുക്കാൻ തുടങ്ങിയത്. അതോളം ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയാവും. പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടൊക്കെ കേട്ടോ. ഇൻവേർട്ടറും ലൈറ്റും ഫ്രിഡ്ജും ഒക്കെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. നല്ല ഇടി നല്ല മഴയുണ്ട്. ഇതുവരെ നല്ല വെയിലും നല്ല കാലാവസ്ഥയും തന്നെ ആയിരുന്നു. അങ്ങനെ ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളും അവധിയാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ചുടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചുടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോൾ അരി കഴുകാൻ ആദ്യം ചുടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിലിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകണം. അപ്പോൾ താഞ്ഞ് ചോറൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതങ്ങനെ കിടന്ന് വെന്തോളും. പിന്നെ അത് അടിച്ചു വരാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആകെ പരത്തി പല സാധനങ്ങളും അതിൻ്റെ സ്ഥലത്തേക്ക് വെക്കാണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് പൊറുക്കി വൃത്തിയാക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാണ്ട് കേട്ടോ. അതൊക്കെ പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുപോകാൻ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ വെച്ചിട്ടുണ്ട്. തുടക്കലൊക്കെ വേഗം കഴിച്ചിട്ടോ. പിന്നെ അതാ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അമ്മ ഒരു ചക്ക ഉണ്ട് അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട്
അപ്പം അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചക്ക കുറേ ആയിട്ട് കിട്ടിയിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടലുണ്ട്. അപ്പം അങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പഴുപ്പിച്ച് തിന്നാറാണ്. അപ്പോൾ ഈ ഒരു ചക്ക അങ്ങനെ നമ്മൾ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ ചക്കപ്പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചക്ക കൂട്ടാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഉമ്മ. പിന്നെ ഞാൻ ഈ ചെരുപ്പുകളൊക്കെ ഒന്ന് ഉരക്കാമെന്ന് വിചാരിച്ചു. പനിക്കുട്ടൻ നാളെ സ്കൂളുണ്ടല്ലോ, അപ്പോൾ ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അവന് പുതിയ ചെരുപ്പാണ് ഇട്ട് നടക്കട്ടോ. പഴയതൊക്കെ അവിടെ വെച്ച് പിന്നെ പുതിയത് ഇട്ട് കൊണ്ടെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി തിരുമ്പിയതൊക്കെ ഒന്ന് ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കിയാണ്ട് പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. നല്ല വെയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എന്നും വൈകുന്നേരം അപ്പോൾ മെഷീൻ അലക്കാറ്, കാരണം വൈകുന്നേരം ആകുമ്പോഴുള്ള എല്ലാവരും ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാതും ഒന്ന് ഉണക്കി തന്നെ ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചവിട്ടിയൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. എല്ലാതും വെയിലത്ത് കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടന് ഇടയ്ക്കൊക്കെ ബെഡ്ഷീറ്റിലൊക്കെ മൂത്രയിക്കുന്നതുകൊണ്ട് തന്നെ 2 ദിവസം കൂടുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് അലക്കണം കേട്ടോ. അപ്പോൾ മെഷീനിൽ ഈ ബെഡ്ഷീറ്റ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മെഷീനിൽ തന്നെ ഇടും. അല്ലാത്ത കുട്ടികളെ ചളിയായതൊന്നും മെഷീനിൽ ഇടാറില്ല കേട്ടോ. പിന്നെ അതാ നല്ല വെയിൽ കണ്ടില്ലേ, നല്ലോണം തെളിഞ്ഞ് നിൽക്കിട്ട് കേട്ടോ. ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല ചൂടില്ല വെയിൽ തന്നെയാണ്. ഒരു വെയിലറച്ചാൽ മതി, നമ്മൾ മഴ പെയ്തൊക്കെ മറക്കും, അങ്ങനത്തെ ചൂടില്ല വെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോരട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് തായലമ്മിയും നമ്മുടെ വീട്ടിൽ തായലമ്മിയൊക്കെ തോരട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കിണറാണ് കേട്ടോ. അപ്പോൾ കിണറിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വീട്. അപ്പോൾ അങ്ങനെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചക്കക്കൂട്ടാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പച്ചക്ക് കഴിച്ചപ്പോൾ അങ്ങനെ സ്പോഞ്ച് പോലെ ആയിരുന്നു. പിന്നെ വെള്ളം കുടിച്ചിട്ട് മഴക്കാലമല്ലേ, അതുകൊണ്ട് എന്താ അറിയില്ല, മധുരമൊന്നുമില്ല, മധുരമല്ല, അങ്ങനെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചക്ക കൂട്ടാൻ വെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണക്കാൻ വെച്ച കുരുമുളകൊക്കെ ഇന്നത്തെ വെയിലും കൂടിയും തട്ടിയപ്പോൾ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും വെക്കാനും മറന്നു നിന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിലായപ്പോൾ വല്ലാതെ തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോവില്ല.